ഗൈസ്, അപ്പോൾ ഞാനും പതിവ് തെറ്റിക്കുന്നില്ല. നാട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ച് അച്ചാറിട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ അങ്ങനെ എൻ്റെ സൽസഭാബിയായ മാതാശ്രീനെ കൊണ്ട് ഞാൻ അച്ചാറൊക്കെ ഇടിപ്പിക്കുക കേട്ടോ. ഇത് ഇറച്ചി അച്ചാറാട്ടോ. ഇറച്ചി അച്ചാർ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്, കാരണം ഞാൻ ഇതൊന്നും കൂട്ടാറില്ല. അപ്പോൾ തിരിച്ച് കൂട്ടിലേക്ക് വരാം. ആദ്യം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മളിതാ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് പിടിച്ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലെണ്ണ, നോട്ട് ദ പോയിന്റ് ഗൈസ്, നല്ലെണ്ണയിലാണ് ഇത് കുറച്ച് നേരം ഒന്ന് വഴട്ടുക. ഏതായാലും കോട്ടയം സ്റ്റൈൽ ഉണ്ടാക്കുമല്ലോ, അപ്പം ഈ എരിവ് കൊണ്ടിരുന്നുണ്ട്. അപ്പം ഞാനൊരു അരിത്തി കൂടെ കാന്താരിമുളകും കൂടെ പറിച്ചിട്ടുണ്ട്. ആണെങ്കിൽ നല്ല എരിവുള്ള കാന്താരിമുളകാണ് ഗൈസ്. അവർക്ക് കോട്ടയം സ്റ്റൈലിൽ തന്നെ വേണം അത്രേ. അപ്പം ഞാൻ എന്നെ വിചാരിച്ചു എന്നാൽ അങ്ങ് എരിവിലങ്ങ് വെക്കാം. അങ്ങനെ നല്ല പച്ച കാന്താരിമുളകും കരിയാപ്പിലയും കൂടെ അതിനുശേഷം ആ സെയിം എണ്ണയിൽ വറുത്ത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ വറുത്ത് വെച്ചിട്ട് ഇറച്ചിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും എരിവ് വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കൂട്ടുകാരുടെ നിസ്സഹായാവസ്ഥ ഓർത്തിട്ട് ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നു പോയില്ലേ, പിന്നെ ഉപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നല്ലതായിട്ട് ഇളക്കി വെക്കുക. ശേഷം നമ്മുടെ വില്ലനെ എടുക്കുക. നല്ല ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയത്തില്ല, ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ വിനാഗിരി എന്നാണ് പറയുന്നത്. വിനാഗിരി ഒഴിച്ച് നല്ലതായിട്ട് വെക്കുക. ഇത് കുറേ നാളത്തേക്ക് ഇരിക്കും എന്നൊക്കെ അമ്മ പറയും. വിനാഗിരി ഒഴിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ് ഗൈസ്, ഒരു മണവും വരും. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. എൻ്റെ മാതാശ്രീക്ക് താങ്ക് യു.